നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് അല്പസമയ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 34 അധ്യായം അതിന്റെ 8 വാക്യം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവൻ, അവന് ശരണമാക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവ നല്ലവനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ? എങ്ങനെയാണ് അദ്ദേഹത്തെ രുചിച്ചറിയാൻ സാധിക്കുക? നമുക്കൊരു കഥയിലൂടെ നോക്കിയാലോ? ഏവർക്കും വചന സമീക്ഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ക്രിസ്മസ് വെക്കേഷന് ശേഷം സ്കൂൾ തുറന്ന സന്തോഷത്തിൽ നമ്മുടെ ദിയ വളരെ സന്തോഷത്തോടെ രാവിലെ എഴുന്നേറ്റ് സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. നേരെ അവളുടെ ഫ്രണ്ടായ നേഹയെ കാണാനായിരുന്നു ആ ഓട്ടം. എന്തിനാണെന്നറിയോ? ക്രിസ്മസ് വെക്കേഷന് ദിയയും തൻ്റെ പാരൻസുമായിട്ട് പൊന്മുടി വിസിറ്റ് ചെയ്ത വലിയൊരു കഥ പറയാനായിരുന്നു നമ്മുടെ ദിയയുടെ ഓട്ടം. നേരെ ചെന്ന് നേഹയുടെ അടുത്തെത്തിയിട്ട് നേഹയോട് പറഞ്ഞു, നേഹ, നീ എവിടെയെങ്കിലും പോയായിരുന്നോ വെക്കേഷന് അച്ഛനും അമ്മയ്ക്കൊപ്പം? അച്ഛനും അമ്മയും ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് പൊന്മുടിയെക്കുറിച്ച്. എന്നാൽ ഇപ്പോഴാണ് എനിക്ക് ആ ഒരു അനുഭവം കിട്ടിയത്, പൊന്മുടി എന്താണെന്നുള്ളത്. നിനക്കറിയോ, ഞാനവിടെ പോയപ്പോൾ നല്ല മഞ്ഞുണ്ടായിരുന്നു, നല്ല തണുപ്പായിരുന്നു, നിറയെ മരങ്ങളുണ്ട്, വലിയ കാടാണ്, വലിയ മലയാണ്, ഇങ്ങനെയൊക്കെ വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ ദിയ നേഹയോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ദിയ പ്രതീക്ഷിച്ച വലിയ അതിശയവും ആശ്ചര്യവും ഒന്നും നേഹയുടെ മുഖത്ത് കാണാനായിട്ട് ദിയയ്ക്ക് കഴിഞ്ഞില്ല. അവൾ ചിന്തിച്ചു, ഞാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തുകൊണ്ട് നേഹയുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നില്ല? അവൾ വീണ്ടും പൊലിപ്പിച്ച് പറയാനായിട്ട് തുടങ്ങി. നിനക്കറിയോ, ഭയങ്കര തണുപ്പായിരുന്നു, നല്ല മൂടൽ മഞ്ഞ് വന്നു. അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെയോ അമ്മയോ പോലും കാണാൻ പറ്റിയില്ല. ഫുള്ള് മറഞ്ഞ് ഒരു പുകമയം പോലെ ആയിരുന്നു മുഴുവനും ആ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്. നിനക്കറിയോ, നീ എപ്പോഴെങ്കിലും അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ? നേഹ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു, നീ ചുമ്മാ കള്ളം പറയുന്നതായിരിക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ? അപ്പോൾ ദിയയ്ക്ക് അങ്ങ് ദേഷ്യം വന്നു. താൻ അനുഭവിച്ച കാര്യമാണത്. താൻ അവിടെ പൊന്മുടിയിൽ പോയപ്പോൾ തനിക്ക് റിയാലിറ്റി ആയിട്ട് അവിടെ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. തൻ്റെ ഫ്രണ്ട് എന്തുകൊണ്ട് അത് വിശ്വസിക്കുന്നില്ല? അവൾ ഒരു നിമിഷം ചിന്തിച്ചു. കുറച്ച് വിഷമമായതിനു ശേഷം അവൾ തുടർന്നു, നീ എന്തായാലും ഒന്നവിടെ പോയി നോക്ക്, എന്നല്ലേ മനസ്സിലാവൂ ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന്. അല്ലെങ്കിൽ ഞാൻ കള്ളമാണോ നിന്നോട് പറയുന്നതെന്ന് നീ വിസിറ്റ് ചെയ്താലേ നിനക്ക് മനസ്സിലാവൂ എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ തുടർന്ന് നമുക്ക് പൊന്മുടിയിലെ വിശേഷങ്ങൾ കേൾക്കാൻ മുമ്പായിട്ട് നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാന്ന് നോക്കിയാലോ? ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? ഞാൻ അങ്കമാലിയിൽ നിന്നും അന്നാമ ബേബി. ആന്റി, അപ്പോൾ വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവകൃപയാ സുഖമായിരിക്കുന്നു. ഓക്കെ, പ്രാർത്ഥനയൊക്കെ നന്നായിട്ട് പോകുന്നോ? സന്ധ്യാപ്രാർത്ഥനയൊക്കെ? സന്ധ്യാപ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥനയൊക്കെ നല്ല ദൈവകൃപയാ സുഖമായി പോകുന്നു. ഓക്കെ ആന്റി, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? പോകാലോ. ഓക്കെ, ആന്റിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്. ദാവീദിന്റെ ജീവിതകാലം തികയുമ്പോൾ അവന് ശേഷം ആരുടെ രാജ്യത്വമാണ് സ്ഥിരമാക്കുന്നത്? ഇതാണ് ചോദ്യം. ഒന്നുകൂടെ വായിക്കണോ ആന്റി? ദാവീദിന്റെ ജീവിതകാലം തികയുമ്പോൾ അവന് ശേഷം ആരുടെ രാജ്യത്വമാണ് സ്ഥിരമാക്കുന്നത്? നിന്റെ സന്തതിയെ ഞാൻ എഴുന്നേൽപ്പിക്കും. സന്തതിയെ ഞാൻ എഴുന്നേൽപ്പിക്കും, അതായത് ദാവീദിന്റെ സന്തതിയെ അല്ലേ? അതെ അതെ അതെ, ശരി ഉത്തരമാണ് ആന്റി. ദാവീദിന്റെ പുത്രന്മാരിൽ ഒരുവനായ അവന്റെ സന്തതിയുടെ. ഓക്കെ ആന്റി. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് ആന്റി എന്ന് നമുക്ക് ഒരു പാട്ട് പാടുന്നതാണല്ലോ, പ്രിപ്പയർ ആണോ? പാടാലോ, പാടാം. പാടിക്കോളൂ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എന്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ ചെന്ന് ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എന്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ ചെന്ന് ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ. മായ ഇമ്പം വിടുന്നേ എന്റെ ലോകസുഖങ്ങളെല്ലാം, നായകനാമെന്റെ മന്നനെയോർത്തു ഞാൻ തന്തിരുനാമത്തിനായി. ഓക്കെ, അപ്പോ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? പോവാലോ. ഓക്കെ, ആന്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്.
അവൻ എനിക്ക് ഒരു ആലയം പണിയും. ആരാണ് ആലയം പണിയാനായി യഹോവ തിരഞ്ഞെടുത്ത വ്യക്തി? ഇതാണ് ചോദ്യം. അവൻ എനിക്ക് ഒരു ആലയം പണിയും. ആരാണ് ആലയം പണിയാനായി യഹോവ തിരഞ്ഞെടുത്ത വ്യക്തി? ശലോമോൻ. ശലോമോൻ. ആരാണ് ശലോമോൻ? ദാവീദിന്റെ മകൻ. മകൻ. ഉറപ്പാണ്? ഉറപ്പാണ്. ഉറപ്പാണെങ്കിൽ ശരി ഉത്തരവാണ് ആന്റി. ദാവീദിന്റെ പുത്രന്മാരിൽ ഒരുവൻ. ഓക്കെ ആന്റി. അപ്പോൾ ഈ ആലയം പണിയുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇവിടെ കേട്ടല്ലോ. ഈ ആലയം പണിയപ്പെടുന്ന ആലയങ്ങളിൽ എല്ലാം ദൈവം വസിക്കുമോ? ദൈവം പറയണ ആലയത്തിൽ ദൈവം വസിക്കും. ഇല്ല. പക്ഷേ മനുഷ്യന്റെ കയ്യാൽ തീർത്ത ഒന്നിലും ഒരു കെട്ടിടങ്ങളിലും യഹോവയായ ദൈവം വസിക്കയില്ല. പക്ഷെ എവിടെയാ വസിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിലായിരിക്കും. പക്ഷെ നമ്മള് ആലയത്തില് മനസ്സോടെ യഹോവയെ ധ്യാനിച്ചു കൂടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മധ്യത്തിൽ ദൈവം വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര വലിയ ആലയം പണിതാലും നമ്മുടെ അത്യുന്നതനായ ദൈവത്തെ ഒരിക്കലും ഒരു ആലയത്തിൽ പിടിച്ചു കെട്ടി വെക്കാൻ സാധിക്കില്ല. അല്ലേ ആന്റി? ഓക്കെ. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ. ഞാൻ അവന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ആരുടെ സിംഹാസനം? ഞാൻ അവന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ആരുടെ സിംഹാസനം? ആരുടെ സിംഹാസനം? പുത്രനായ ശലോമോന്റെ സിംഹാസനം. സിംഹാസനം. ശരി ഉത്തരവാണ് ആന്റി. ദാവീദിന്റെ പുത്രനായ ശലോമോന്റെ സിംഹാസനം. നമ്മുടെ ഒരു കാര്യം ഉത്തരവാദിത്വം ദൈവം നമുക്ക് തരുവാണെന്നുണ്ടെങ്കിൽ അത് നാം ഭംഗിയോടെ ചെയ്ത് തീർത്താൽ ദൈവം നമുക്ക് ഓരോ സമ്മാനങ്ങൾ തരുമല്ലേ. നമ്മുടെ തലമുറയെ വാഴ്ത്തി അനുഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതുപോലെ അവരെ ഏറ്റവും ഉന്നത നിലകളിൽ എത്തിക്കുന്നവനാണ് ദൈവം. അപ്പോൾ അത് അങ്ങനെ ചെയ്യണം. നമ്മുടെ ഭാവി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ ദാവീദിന്റെ പുത്രനായ ശലോമോന്റെ സിംഹാസനം യഹോവ സ്ഥിരപ്പെടുത്തുന്നത്. ഓക്കെ ആന്റി. അപ്പൊ നമുക്ക് അവസാന ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ. അതിനുമ്പായിട്ട് അവിടെ വീട്ടിൽ എങ്ങനെയാണ്? എന്താണ് ഇപ്പൊ റീസെന്റ് ഉള്ള വിശേഷം? എന്താണ്? മക്കളൊക്കെ വിളിക്കാറുണ്ടോ? മക്കളൊക്കെ വിളിക്കാറുണ്ട്. ഇപ്പൊ തൊട്ടടുത്ത് തന്നെ ഞങ്ങളുടെ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ഞങ്ങൾ യാക്കോബായ സഭയാണ്. അതിൽ നിന്ന് തന്നെ ഒരു മോള് പോയിട്ട് അതിന്റെ ഭർത്താവ് ചെറിയ പാസ്റ്റർ മരിച്ചുപോയി. അപ്പൊ അതിന്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പോ 3 പെൺകുട്ടികളാ. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, നീ കരയണ്ട, നിനക്ക് പ്രത്യാശയുള്ള ജീവിതമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അപ്പൊ അങ്ങനെ ഒരു ദുഃഖത്തിലാണ് ഞങ്ങളിപ്പോൾ. ദൈവം യഹോവ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് പ്രസാദമുള്ളതെന്ന ബൈബിൾ പറയുന്നത്. വിലയേറിയതാകുന്നു. അതെ 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 അതെ, തീർച്ചയായും. ഓക്കെ ആന്റി. അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോകാം. അവർക്ക് ദൈവം സമാധാനം നൽകട്ടെ. ആന്റിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്. യഹോവയുടെ വാക്കുകളും ദർശനങ്ങളും നാഥാൻ ദാവീദിനെ അറിയിച്ചപ്പോൾ ദാവീദിലുണ്ടായ പ്രതികരണം എന്തായിരുന്നു? ദൈവത്തിന് നന്ദി കരയറ്റി. ഓക്കെ ആന്റി, ശരി ഉത്തരവാണ്. ദാവീദ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിലിരുന്ന് ദൈവത്തിന് നന്ദി കരയറ്റി. ഓക്കെ ആന്റി, 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. സന്തോഷായോ? ഓക്കെ. എനിക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ ജീവൻ ഉണ്ടാവാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത കാരണം ഭയങ്കര ദുഃഖമായിട്ടിരിക്കുകയാണ്. ആണോ? ഓക്കെ ആന്റി. അപ്പൊ നമുക്ക് ഇനിയും സംസാരിക്കാം. ഇനിയും വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആന്റി. അവിടെയുള്ള എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആന്റി. ആന്റി അനുഗ്രഹിക്കട്ടെ. ഓക്കെ ആന്റി, ബൈ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളിപ്പോ വിളിച്ചിരുന്നത് അന്നമ്മ ബേബി ആന്റി ആയിരുന്നു. ആന്റി 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് ആന്റി. ഇനി നമ്മൾ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ദിയയുടെ വിശേഷങ്ങളിലേക്ക് വരാം. അപ്പോൾ പൊന്മുടിയിൽ പോയ കാര്യം ഇത് നേഹയോട് അദ്ദേഹം പറഞ്ഞപ്പോൾ നമ്മുടെ നേഹയ്ക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. അത് നമ്മുടെ ദിയയ്ക്ക് വളരെയധികം വിഷമമുളവാക്കി കേട്ടോ. അപ്പോൾ ദിയ ദേഷ്യം വന്ന് പറയുകയാണ്, നീ ഒന്ന് പോയി നോക്ക്, അത് പോയി നോക്കി നീ അത് എക്സ്പീരിയൻസ് ചെയ്താലല്ലേ നിനക്ക് മനസ്സിലാവൂ ഞാൻ കള്ളമാണോ സത്യമാണോ പറയുന്നതെന്ന്. ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതുപോലെയല്ലേ നമ്മുടെ കാര്യവും. ദൈവം ഉണ്ടെന്നും ഇല്ല എന്നും 2 പക്ഷക്കാർ പറയുന്നുണ്ട്.
പക്ഷേ ദൈവമുണ്ട് എന്ന് ദൈവത്തെ രുചിച്ചറിഞ്ഞവർ, അതായത് തൊട്ട് മനസ്സിലാക്കിയവർ ഒരിക്കലും ദൈവമില്ല എന്ന് പറയുന്നവരുടെ കൂടെ നിൽക്കുകയില്ല. അതിന് കാരണമെന്ന് പറയുന്നത് ഇതേ വചനം തന്നെയാണ്. യഹോവ ആരാണെന്ന് രുചിച്ചറിയണം. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കറി നമ്മൾ ടേസ്റ്റ് ചെയ്യുവാണ്, അപ്പോൾ ഞാൻ പറയുകയാണ് അതിൽ നല്ല ഉപ്പാണ്. അപ്പോൾ ഒരാൾ അത് ടേസ്റ്റ് പോലും ചെയ്യാതെ പറയുകയാണ് ഇല്ല ഇല്ല അത് പാകം തന്നെയാണ്, അത് കൂടിയിട്ടൊന്നുമില്ല. അത് ടേസ്റ്റ് ചെയ്യുന്നവർക്കല്ലേ അറിയൂ അതിൽ പാകമാണോ അത് ഉപ്പ് കൂടിയിട്ടുണ്ടോ എന്നുള്ളത്. തീർച്ചയായും ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ കാര്യവും. ഒരിക്കലും നമുക്ക് ദൈവത്തെ കാണാനായിട്ട് സാധിക്കില്ല, അത് ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. എന്നാലും യേശുവിനെ നമുക്ക് രുചിച്ചറിയാൻ സാധിക്കുക തന്നെ ചെയ്യും. അങ്ങനെ രുചിച്ചറിഞ്ഞവർ ഒരിക്കലും ദൈവമില്ല എന്ന് പറയുകയില്ല. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ദിയയുടെ കാര്യവും. ദിയ തൊട്ടറിഞ്ഞൊരു കാര്യമാണ് പൊന്മുടിയിലെ ആ തണുപ്പ്. അത് അതേ ഇൻറ്റൻസിറ്റിയിൽ നമ്മുടെ നേഹയ്ക്ക് കിട്ടണമെങ്കിൽ ആ കുട്ടി അവിടെ പൊന്മുടിയിൽ അതേ സ്ഥലത്ത് അതേ ഇൻറ്റൻസിറ്റിയിൽ അതേ അറ്റ്മോസ്ഫിയറിൽ അവിടെ തന്നെ ഉണ്ടായിരിക്കണമായിരുന്നു അല്ലേ? അത് വീണ്ടും അനുഭവിക്കണമെങ്കിൽ ഇതേ നേഹ അവിടെ ഇരുന്നത് കൊണ്ട് കാര്യമില്ലല്ലോ, അവൾ അതേ സ്ഥലത്ത് പോകേണ്ടത് അനിവാര്യമാണ്. ഇതുപോലെ ദൈവത്തെ കണ്ടെത്തുന്നവർ, അതായത് അന്വേഷിക്കുന്നവരായിരിക്കും. അന്വേഷിച്ചാൽ ദൈവത്തെ കണ്ടെത്തുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത കോള് വരുന്നുണ്ട്. ആരാ നോക്കിയാലോ? ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? സാറാമ്മ ജോസഫ്. ആൻറ്റി സുഖമായിരിക്കുന്നോ? ഓക്കെ, അപ്പോ നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടല്ലോ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ ആൻറ്റി, അപ്പൊ ആൻറ്റിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: ദൈവം തന്റെ ജനത്തെ എവിടെ നിന്നുമാണ് വിടുവിച്ചു കൊണ്ടുവന്നത്? മിസ്രൈമിൽ നിന്ന്. ശരി ഉത്തരവാണ് ആൻറ്റി. ഓക്കെ, അപ്പോ ഈ ഒരു കാര്യം നമുക്കറിയാം അല്ലേ, ഈ ഒരു സന്ദർഭമൊക്കെ. അപ്പോൾ ആൻറ്റിക്ക് അറിയാവുന്ന രീതിയിൽ ഒന്ന് ചെറുതായിട്ട് വിശദീകരിക്കാമോ? ഇസ്രായേൽ മക്കളെ എങ്ങനെയാണ് ദൈവം വിടുവിച്ചത്? അത് വലിയൊരു ചരിത്രമാണ്. ആൻറ്റി പറഞ്ഞു. മിസ്രൈമിലെ അടിമകളായിട്ട് ഇഷ്ടിക കണത്തിൽ പണിയെടുത്ത് വളരെ കഷ്ടതയിലായി. അവർക്ക് വൈക്കോലോ വേണ്ട സാധനങ്ങളൊന്നും കൊടുക്കാതെ തന്നെ ഇഷ്ടിക അവർ പറയുന്ന എണ്ണം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഇൻസിസ്റ്റ് ചെയ്യുകയും ഇവരെ വളരെ ഞെരുക്കുകയും ചെയ്തു. അവര് ദൈവത്തോട് നിലവിളിച്ചു. ദൈവം അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു എന്ന് വചനത്തിൽ പറയുന്നു. അപ്പോ അവരെ രക്ഷിക്കാനായിട്ട് ദൈവം അവിടെ തെരഞ്ഞെടുത്ത കൊണ്ടുവന്ന പ്രവാചകൻ ആരായിരുന്നു? മോശയെ ഇതിനായിട്ട് ദൈവം മോശയായിരുന്നു. പക്ഷെ മോശ എല്ലാം തികഞ്ഞവനായിരുന്നോ? അല്ല അല്ലേ, വിക്കനായിരുന്നു. അവൻ തന്നെ പറഞ്ഞു, ദൈവത്തോട് പറയുന്നുണ്ട് ഞാൻ തടിച്ച നാവുള്ളവനാണ്, വിക്കനാണ്, എനിക്ക് വളരെ ഡിഫക്റ്റ് ദൈവത്തോട് പറയുന്നു. എന്നാല് ദൈവം അവനെ അതിൽ നിന്നൊക്കെയും പ്രോത്സാഹിപ്പിച്ച് അവനോട് പറഞ്ഞു, ഞാൻ നിന്റെ വായോട് ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. കാരണം സൃഷ്ടിച്ചത് ആരാണ്? ദൈവം തന്നെയാണ്. അപ്പോ ഈ സൃഷ്ടിക്ക് എന്തൊക്കെ കുറവുണ്ടെന്ന് ആ സൃഷ്ടാവിന് അറിയാതിരിക്കുവോ? അപ്പൊ തീർച്ചയായിട്ടും അതെല്ലാം നിവർത്തി ഞാൻ നിന്നെ അനുഗ്രഹിക്കും, അവരെ കൊണ്ടുവരാൻ ഞാൻ നിന്നെ എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞല്ലേ? എന്ത് നല്ല ഒരു വചനമാണത്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ ആന്റി? ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്: നിന്റെ ജനമായ ഇസ്രായേലിനെ നീ എന്താക്കി തീർത്തു? ഇതാണ് ചോദ്യം. സ്വന്തം ജനമാക്കി തീർത്തു. ശരി ഉത്തരവാണ് ആന്റി, സ്വന്തം ജനമാക്കി തീർത്തു. ഓക്കെ ആൻറ്റി, അപ്പോൾ രണ്ട് ചോദ്യം ശരിയായിട്ട് ഉത്തരം നൽകിയിരിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് മോചിപ്പിച്ച ആ വലിയൊരു അല്ലേ, ചെങ്കടലിനെ രണ്ടായിട്ട് ഭാഗിച്ച ദൈവം അല്ലേ, ഇതെല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ദൈവം എത്ര വലിയവനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ ആൻറ്റി, അപ്പോൾ ഈ രണ്ട് ചോദ്യവും ശരിയാക്കിയ സന്തോഷത്തിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ? പാടിക്കോളൂ ആൻറ്റി, ഒരു 2 ലൈൻ പാടിക്കോളൂ.
പാരിണമോ പാഴ്മണലേ പാർത്തിടും ഞാൻ നിന്തണലിൽ മരണദിനം വരുമളവേ മരണദിനം വരുമളവേ മറഞ്ഞിടും ഞാൻ നിന്മാർവിടത്തെ മറഞ്ഞിടും ഞാൻ നിന്മാർവിടത്തെ. ഹലോ മോനെ. ആന്റി നന്നായിട്ട് പാടി കേട്ടോ. അപ്പൊ ആന്റിക്ക് വേണ്ടുന്ന മൂന്നാമത്തെ ചോദ്യം ഇതാണ്: എന്നേക്കും തന്റെ ജനമായിരിക്കേണ്ടതിന് യഹോവ ആരെയാണ് തിരഞ്ഞെടുത്തത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആ ഇസ്രായേൽ മക്കളെ. ശരി ഉത്തരമാണ് ആന്റി, ഇസ്രായേലിനെ. ഓക്കെ ഓക്കെ, അവര് അത്രയും ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോ ദൈവമായിട്ട് അടുക്കുകയാണ് ഉണ്ടായത്. അപ്പോ ദൈവം തീരുമാനിച്ചു തന്റെ മക്കളായിരിക്കേണ്ടത് ഇസ്രായേൽ മക്കൾ തന്നെയാണ് എന്നുള്ളത് അല്ലെ. അവരെ ഇന്നും ദൈവം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ ആന്റി, അപ്പൊ നമുക്ക് നാലാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, ആന്റിക്ക് വേണ്ടിയുള്ള നാലാമത്തെ ചോദ്യം ഇതാണ്: യഹോവ അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് ആരുടെ ഗൃഹമാണ്? ദാവീദിന്റെ ഗൃഹം. ശരി ഉത്തരമാണ് ആന്റി, ദാവീദിന്റെ. ഓക്കെ ആന്റി, ഇപ്പൊ 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. ഹാപ്പി ആയോ? തീർച്ചയായിട്ടും ഹാപ്പി ആയി. ഓക്കെ ആന്റി, അപ്പൊ ഇനി നമ്മളെ വിളിക്കാനായിട്ട് ശ്രമിക്കുക. ആ ഓക്കെ ആന്റി, ശരി. അപ്പൊ നമ്മളിപ്പോ വിളിച്ചിരുന്നത് സാറാമ്മ ജോസഫ് ആന്റി ആയിരുന്നു. ആന്റി 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് ആന്റി. ഇനിയും നമ്മളെ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു വന്നത് ആ ഒരു വചനത്തെ പറ്റിയായിരുന്നു അല്ലേ? യഹോവ ആരാണെന്ന് രുചിച്ചറിവിൻ. തീർച്ചയായിട്ടും എന്തേലും ഒരു കാര്യം യഹോവയെക്കുറിച്ച് നമുക്ക് കേൾക്കാനോ കാണാനോ സാധിച്ചു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയണമെന്നില്ല. എന്നുവെച്ചാൽ ഒരുപാടടുത്ത് പല അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? പക്ഷെ ആ അത്ഭുതങ്ങളൊക്കെ എന്താണ് എന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും ദൈവം ഇപ്പോൾ എന്നോട് സംസാരിക്കുവാണ്, നിന്നെ നോക്കി ഇന്ന കാര്യം പറയാനായിട്ട് സംസാരിക്കുവാണെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അത് ഓരോ വ്യക്തിയുടെയും ഒരു കാഴ്ചപ്പാടിനെ സംബന്ധിച്ചിരിക്കുന്നു. പക്ഷേ ഒരാൾ നമ്മോട് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എന്താണ് എന്നുള്ളത് നമ്മളോട് സംസാരിക്കുന്ന ആൾ നേരിട്ട് വന്നാലേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. അതായത് നാം തന്നെ ആ ഒരു ശബ്ദം കേട്ടാലേ നമുക്ക് ബോധ്യമാവുകയുള്ളൂ ദൈവം ഇങ്ങനെ സംസാരിക്കും, ഓരോരുത്തരോടും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇന്ന കാര്യങ്ങൾ പറഞ്ഞു തരും എന്ന് മറ്റൊരാൾക്ക് മനസ്സിലാവണമെങ്കിൽ അയാളും ആ അനുഭവത്തിൽ എത്തേണ്ടത് ആവശ്യമാണ്. ഇതുപോലെ തന്നെ ഈ തണുത്ത ആ ഒരു അന്തരീക്ഷം നമുക്കിപ്പോൾ നല്ല ചൂട് അനുഭവമാണ്. അപ്പോൾ ഈ നല്ല ചൂടായിട്ടിരിക്കുന്ന അനുഭവത്തിൽ ഒരാൾ പറയുവാണ് ആ പ്രദേശത്ത് ഭയങ്കര തണുപ്പാണ് എന്ന് പറയുമ്പോൾ വിശ്വസിക്കണമെന്നില്ല. അത് വിശ്വസിക്കണമെങ്കിൽ നാം ആ ഒരു സ്ഥലത്ത് അവിടെ എത്തിച്ചേർന്ന് ആ ഒരു തണുപ്പ് അനുഭവിച്ചാൽ മാത്രമേ നമുക്കത് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ. തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെയും കാര്യം. ദൈവത്തെ നമുക്ക് അടുത്തറിയാൻ ഇപ്പോൾ നാം ഒരാളോട് സംസാരിക്കുകയാണ്, അയാൾ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ അവിടെ എന്താ അർത്ഥമാണുള്ളത്? കാരണം നാം ഇന്നലെയും കൂടെ അയാളോട് സംസാരിച്ചതല്ലേ. ഇതുപോലെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ബോധ്യമാവണമെങ്കിൽ നാം അയാളോട് സംസാരിക്കുകയോ സംസാരിക്കാതിരിക്കുകയോ ചെയ്ത കാര്യം മറ്റുള്ളവർക്ക് വ്യക്തമാകണം. അപ്പോൾ ഇതുപോലെ ദൈവത്തോട് നമുക്കുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ് മറ്റുള്ളവർക്ക് മനസ്സിലാവണമെങ്കിൽ അവരും ആ ഒരു പൊസിഷനിലേക്ക് കടന്നു വരേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത് ആരുടെയും കുറ്റമല്ല. അവരവർക്ക് വേണമെന്നുള്ളവർ ദൈവത്തെ അന്വേഷിക്കട്ടെ, തീർച്ചയായിട്ടും അവർ കണ്ടെത്തുക തന്നെ ചെയ്യും. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരും സംസാരിക്കുന്നേ? ഇത് തിരുവല്ലായിന്നാണ് സൂസൻ. സൂസൻ, ഓക്കെ ചേച്ചി, എന്ത് ചെയ്യുന്നു? ഞാനിപ്പം ഗവൺമെന്റ് സർവീസിലായിരുന്നു. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത് വിശ്രമ ജീവിതം നയിക്കുന്നു. ഓക്കെ, അപ്പോ വോയിസ് കേട്ടിട്ട് ഇത്രയും പ്രായമുള്ള ആളാണെന്ന് തോന്നിയതേ ഇല്ല കേട്ടോ. 60 വയസ്സ്. ഓക്കെ ഓക്കെ ആന്റി. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ആന്റി? വീട്ടിൽ ഹസ്ബൻഡും മോനും ഉണ്ട്. ആഹാ, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡും റിട്ടയർ ചെയ്ത് MRF-ലായിരുന്നു. റിട്ടയർ ചെയ്ത്
ഞങ്ങൾ രണ്ടുപേരും വിശ്രമ ജീവിതം. ഓക്കെ, മകൻ എന്ത് ചെയ്യുന്നു? മകൻ ഡോക്ടറാണ്, സൈക്യാട്രിസ്റ്റ് ആണ്. ഇവിടെ തിരുവല്ലയിലെ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ അസിസ്റ്റന്റ് മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ ആന്റി, അപ്പം നല്ല ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നു. അതെ അതെ, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ ആന്റി? പോകാമല്ലോ. ഓക്കെ, ആന്റിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: ദാവീദിന് ഈ നന്മ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ആരാണ്? യഹോവ. യഹോവ. ശരി ഉത്തരവാണ് ആന്റി. ഓക്കെ, എല്ലാവർക്കും നന്മ വാഗ്ദാനം ചെയ്യുന്നതും നിവർത്തിക്കുന്നതും ആര് തന്നെയാണ്? യഹോവ തന്നെയാണ്. യഹോവയാണ്. ഓക്കെ, യഹോവ തന്നെയാണ്. അപ്പൊ അതിൽ വേറെ ചിന്തിക്കാനുള്ള ഒരു കാര്യവും ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? പോകാം. ഓക്കെ, ആന്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ദാവീദ് ഗത്തും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും ആരുടെ കയ്യിൽ നിന്നുമാണ് പിടിച്ചെടുത്തത്? ഫെലിസ്തീനയുടെ കയ്യിൽ നിന്ന്. ശരി ഉത്തരാണ് ആന്റി, ഫെലിസ്തീയരുടെ. ഓക്കെ, അപ്പോ എല്ലാം നല്ല കൃത്യമായിട്ട് ആൻസർ ചെയ്യാണ്. ബൈബിളൊക്കെ നന്നായി വായിക്കാറുണ്ടോ ആന്റി? ബൈബിള് വായിക്കും. ഇപ്പം നേരത്തെ ഒക്കെ കുറച്ച് വായിക്കുമായിരുന്നു. ഇപ്പൊ റിട്ടയർമെന്റ് ഒക്കെ ആയതുകൊണ്ട് കുറച്ചുകൂടെ വായിക്കും. കുറച്ചുകൂടെ അധികമായി വായിക്കും. ഓക്കെ, ഇപ്പൊ റിട്ടയർമെന്റ് ഒക്കെ ആയിരിക്കുവാണല്ലോ. അപ്പൊ ദൈവത്തിലേക്ക് വേണ്ടിയുള്ള സമയം കൂടുതൽ ആന്റി കണ്ടെത്താറുണ്ട്. അതെങ്ങനെയൊക്കെയാണ് പ്രാവർത്തികമാക്കുന്നത് എന്ന് വെച്ചാല് ബൈബിൾ വായിക്കുമെന്ന് ഇപ്പൊ പറഞ്ഞു. അപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടോ? അതിന് പ്രത്യേക സമയം കണ്ടെത്താറുണ്ടോ? എങ്ങനെയാണ് ഇപ്പോ ജീവിത ശൈലി മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ബൈബിൾ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വായിച്ചു വരുവാണ്. ഓക്കെ. ഇപ്പം എസ്തറിന്റെ പുസ്തകം വരെയായി. എസ്തർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണത്. എസ്തറിന്റെ പുസ്തകത്തിന്റെ ലാസ്റ്റ് ചാപ്റ്ററുകളിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. കുറച്ചുകൂടെ സമയം പാട്ടുകൾ പഠിക്കാനും കുറച്ച് സമയം പ്രാർത്ഥിക്കാനും ഒക്കെ ഇപ്പം കൂടുതൽ സമയം കിട്ടുന്നുണ്ട്. ഓക്കെ, പാട്ട് കേൾക്കാനൊക്കെ ഇഷ്ടമാണോ? പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. അർത്ഥവത്തായ പാട്ടുകളൊക്കെ ഇരുന്ന് കേൾക്കും. ഓക്കെ, അപ്പം പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാൾ തീർച്ചയായിട്ടും നന്നായിട്ട് പാട്ട് പാടുന്ന ആളുമായിരിക്കും അല്ലേ? ഞാൻ അത്ര പാടത്തില്ല. പാട്ടിൽ ഞാൻ ഇത്തിരി പുറകോട്ടാണ്. ഓക്കെ, പിന്നെ നമ്മൾ അത്യാവശ്യം പ്രാർത്ഥിക്കാൻ വേണ്ടി പാടും. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞിട്ട് ആ 2 ലൈൻ നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ, ആന്റിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ആരെ തോൽപ്പിച്ചാണ് ദാവീദ് ഗത്തും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും പിടിച്ചെടുത്തത്? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഫെലിസ്തീനെ തോൽപ്പിച്ചു. ശരി ഉത്തരമാണ് ആന്റി. അപ്പൊ നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതിനുമ്പായിട്ട് ആന്റി 2 ലൈൻ പാട്ട് പാടിത്തരും. ഓക്കെ, 2 ലൈൻ പാടാം. പാടിക്കോ ആന്റി. വലിയ പാട്ടിൽ സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈ ചോണിതാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈ ചോണിതാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ആന്റി നന്നായിട്ട് പാടി കേട്ടോ. ഇതാണോ പാട്ട് പാടാൻ അറിയില്ലെന്ന് പറഞ്ഞേ? താളവും പിച്ചോ ശ്രുതിയൊന്നുമില്ല. അതൊന്നും വേണ്ട. ദൈവത്തിന് നമ്മൾ എന്താണോ അത് തന്നെ ആയിരിക്കാനാണ് പ്രാർത്ഥിക്കാനുള്ള. ഓക്കെ ആന്റി, അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ആന്റിക്ക് വേണ്ടിയുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദാവീദിന്റെ ദാസന്മാരായി കപ്പം കൊടുത്തു വന്നത് ആരായിരുന്നു? മോവാബ്യർ. ശരി ഉത്തരവാണോ? മോവാബ്യർ ദാവീദിന്റെ ദാസന്മാരായി കാഴ്ച കൊണ്ടുവന്നു. അപ്പൊ ശരി ഉത്തരവാണ് ആന്റി, മോവാബ്യർ. ഓക്കെ, അപ്പൊ 4 ചോദ്യം ശരിയായിട്ട് ഉത്തരം ചെയ്തിരിക്കുകയാണ്. ഓക്കെ ആന്റി, ഹാപ്പി ആയോ? ഹാപ്പിയായി. ഇനി നമ്മളെ വിളിക്കോ? വിളിക്കുമല്ലോ, തീർച്ചയായിട്ടും വിളിക്കും. ഓക്കെ, തീർച്ചയായിട്ടും വിളിക്കണം. നമുക്ക് ഇനിയും സംസാരിക്കണം. ഓക്കെ ആന്റി, അപ്പം വിളിച്ചതിൽ വളരെ സന്തോഷം. അന്വേഷണം പറയുക കേട്ടോ എല്ലാവരോടും. താങ്ക് യു. ഓക്കെ ആന്റി, ബൈ. നമ്മളിപ്പോൾ വിളിച്ചത് സൂസൻ വർഗീസ് ആന്റി ആയിരുന്നു. ആന്റി 4 ചോദ്യത്തിനും ശരിയുത്തരം നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നമ്മൾ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആന്റി ഇനി വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു
സ്റ്റോറിയിലേക്ക് മടങ്ങി വന്നാലോ? അപ്പോൾ നമ്മുടെ പൊന്മുടിയിലെ തണുപ്പിനെ കുറിച്ചാണല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തൊരു കാലാവസ്ഥയെക്കുറിച്ചായാലും നമുക്കത് അനുഭവിക്കണമെങ്കിൽ, നമുക്കത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഓരോ കാലാവസ്ഥയും നാം അനുഭവിക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലെ ഏതെങ്കിലും ഒരു ഫുഡ് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ നാം അതിനെ ടേസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതുപോലെ തന്നെ ദൈവത്തെ നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ദൈവത്തെ അടുത്തറിയേണ്ടിയിരിക്കുന്നു. ഒരാളെ ദൂരെ നിന്ന് നോക്കുമ്പോൾ അയാളുടെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണമെന്നില്ല. പക്ഷെ അയാളോട് അടുക്കുമ്പോൾ ആദ്യം ഒരു ഇൻട്രോ സംസാരിച്ചു തുടങ്ങുമ്പോൾ അയാളെ മുഴുവനായി മനസ്സിലാക്കിയെന്ന് പറയാൻ പറ്റുമോ? അതിനും സാധ്യമല്ല. പക്ഷേ കുറേ കൂടെ അടുത്തറിയുമ്പോൾ, അയാളോട് ആഴത്തിലേക്ക് ഇറങ്ങി സംസാരിക്കുമ്പോൾ അയാൾ ആരാണ്, അയാൾക്ക് എന്ത് പറഞ്ഞാലാണ് സന്തോഷം വരിക, എപ്പോഴാണ് വിഷമം വരിക, അയാളുടെ ജീവിതാനുഭവം എന്താണ്, ഇതൊക്കെ നമുക്ക് പതിയെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇതുപോലെ ദൈവത്തോട് അകന്നിരിക്കുന്നവരല്ല, അടുത്തിരിക്കുന്നവരാണ് ദൈവത്തെ മനസ്സിലാക്കുന്നത്. അതായത് ദൈവത്തെ അടുത്തറിയണമെങ്കിൽ നിങ്ങൾ ദൈവത്തോട് അടുത്ത് വരിക. അടുത്ത് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്രകാരം ദൈവത്തിലേക്ക് അടുക്കാനായി നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വചന സമീക്ഷയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.